സി.കെ. ജാനുവിന്റെ നേതൃത്വത്തിലുള്ള ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി എൻ.ഡി.എ വിട്ടു. മുന്നണിയിൽ നിന്ന് പരിഗണന ലഭിക്കാത്തതിനാലാണ് തീരുമാനമെന്ന് സി.കെ. ജാനു പറഞ്ഞു. സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകും. സലാം, മുന്നണിയിലെ അവഗണന മാത്രമാണോ എൻ.ഡി.എ വിടാൻ കാരണം? ദിവ്യ, മറ്റു പല കാരണങ്ങളും നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏതായാലും എൻ.ഡി.എയുടെ ഘടകകക്ഷിയായിരുന്ന ജെ.ആർ.പി, സി.കെ. ജാനുവിന്റെ നേതൃത്വത്തിലുള്ള ജെ.ആർ.പി എൻ.ഡി.എ വിടുന്നു എന്നുള്ളത് ശരിവെക്കുകയാണ് നേതാക്കൾ. അതനുസരിച്ച് ഇന്ന് കോഴിക്കോട് ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗമാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത്. സി.കെ. ജാനുവിന്റെ അധ്യക്ഷതയിൽ തന്നെയാണ് തീരുമാനമെടുത്തത്. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ഈ ജെ.ആർ.പിയുടെ സംസ്ഥാന ട്രഷററായിട്ടുള്ള ടി.എസ്. ജോൺസൺ ആണ്. എന്തുകൊണ്ടാണ് ഈ ജെ.ആർ.പി എൻ.ഡി.എ മുന്നണി വിടാൻ തീരുമാനമെടുത്തത്? മുന്നണി എന്നുള്ള രീതിയിലുള്ള പരിഗണനയൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. അപ്പം വേറുള്ള അതിൻ്റെ ഘടകകക്ഷിയായിട്ടുള്ള BDS അങ്ങനെയുള്ള പാർട്ടികൾക്കൊക്കെ പല ചെയർമാൻ സ്ഥാനങ്ങളിലും വൈസ് സപ്പോർട്ടിലൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മളെ പരിഗണിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ നാളത്തെ പ്രസ് മീറ്റിംഗിൽ സി.കെ. ജാനുവിൻ്റെ ചെയർമാനിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ വിശദീകരിച്ച് പറയുന്നുണ്ട്. മറ്റു കാരണങ്ങൾ ദേശീയ തലത്തിൽ നടക്കുന്ന ഈ അധസ്ഥിത വിഭാഗങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ അതൊക്കെ കാരണമായിരുന്നു. ദേശീയ തലത്തിലുള്ളതുകൊണ്ട് അത് ഇപ്പം സിസ്റ്റർമാരെയൊക്കെ അവിടെ UAP ഒക്കെ ചുമത്തി അത് വളരെ UAP ഒക്കെ ദുർവിനിയോഗം ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ശരിക്കും അത് എന്താണെന്ന് അത് വലിയ തീവ്രവാദികൾക്കൊക്കെ മത തീവ്രവാദികൾക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അതാണ്. അപ്പോൾ അതൊക്കെ ഈ പാവം സിസ്റ്റർമാരുടെയൊക്കെ പെരിയ കുറ്റം ചുമത്തി ജയിലടക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ അവഗണനയെ തുടർന്നാണ് ഇപ്പോൾ സി.കെ. ജാനുവിന്റെ പാർട്ടി എൻ.ഡി.എ വിട്ടത്. വിവരങ്ങളാണ് സലാം മുഹമ്മദ് നൽകി.